എല്ലാവർക്കും MG ഹെക്ടർ ബ്ലാക്ക് സ്റ്റോം എഡിഷൻ്റെ ഒരു ക്വിക്ക് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ടീഷർട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് autostreet.in എന്ന ഒരു ബ്രാൻഡാണ്. നിങ്ങളൊരു ഓട്ടോ എൻതൂസിയാസ്റ്റാണ്, ബൈക്കുകളെയും കാറുകളെയും സ്നേഹിക്കുന്ന ഒരാളാണ്, യുണീക്ക് ഡിസൈൻസ് ഉള്ള ഇതുപോലത്തെ ടീഷർട്ട്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും autostreet.inൻ്റെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. 10% ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് SKR10 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. പ്രധാനപ്പെട്ട ചേഞ്ചസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റി സംസാരിക്കാം. ഓവറോൾ കളർ തീം മൊത്തം കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് ബ്ലാക്ക് സ്റ്റോം എഡിഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ LED DRLസിൻ്റെ അടിയിൽ വരുന്ന ക്രോം എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതൊരു ഡാർക്ക് ടോണാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹെഡ്ലൈറ്റ് ഡിസൈൻ്റെ ഈ ഒരു പോർഷൻ വരുന്നത് ഇതിൽ ബ്ലാക്ക് ആണ്, അത് റെഡ് കളറും അവൈലബിൾ ആണ്, അത് ആക്സസറീസ് ആയിട്ടാണ് അവൈലബിൾ ആകുന്നത്. അതുപോലെ തന്നെ ഈ മിററിൻ്റെ അടിഭാഗത്തെ ആ ഒരു പോർഷനും റെഡ് കളറിലുള്ള എലമെൻറ്റ്സ് അവൈലബിൾ ആണ്, അതും ആക്സസറിയാണ്, അഡീഷണൽ പേയ്മെൻറ്റ് വരും. പിന്നെ ഇവിടെ ഒരു റിയർ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഈ ഒരു ഗ്രില്ല് അത് ആർഗൈൽ പാറ്റേൺ ഇൻസ്പയർഡ് ആണ്, അതും ഒരു ഡാർക്ക് ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോം ഫിനിഷാണ്, മൊത്തത്തിൽ ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ക്രോം എലമെൻറ്റും കുറച്ച് ഡിഫ്യൂസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കുറച്ച് ഡാർക്കാണ്. ടോപ്പ് റെയിൽസ് വന്നിരിക്കുന്നത് ബ്ലാക്ക്ഡ് ഔട്ട് ആണ് ചെയ്തിരിക്കുന്നത്, അതും ബ്ലാക്ക് ടോണിലാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന വീൽസ് അലോയ് വീൽസാണ്, അത് 18 ഇഞ്ച് അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്, അതും ബ്ലാക്ക് ഫിനിഷിലാണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റെഡ് കളറിലുള്ള കാലിപ്പേഴ്സാണ് ഡിസ്കിൻ്റെ പുറമേ കൊടുത്തിരിക്കുന്നത്, അത് ഫ്രണ്ട് ആൻഡ് ബാക്ക് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലുക്ക് ആൻഡ് ഫീലാണ് ഇപ്പോൾ കാണുന്നത്. ആ റെഡ് കളർ നല്ല രീതിക്ക് എടുത്ത് നിൽക്കുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. റിയറിലേക്ക് വന്നു കഴിയുമ്പം നമുക്ക് അടിഭാഗത്തായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അതും നല്ല സ്റ്റൈലിഷാണ്. അതുപോലെ ഈ ഒരു പോർഷനൊക്കെ കുറച്ച് ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, അതും നല്ല എലഗൻറ്റ് ലുക്ക് തരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കൂടുതലും ഒരു ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പിലാണ്. ഈ ഡോർ ഹാൻഡിൽസിലുമൊക്കെ ചെറിയ ചെറിയ എലമെൻറ്റ്സ് കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ഡിസൈൻ പൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് വന്നതോടുകൂടി നല്ലൊരു ഫീലാണ്, റോഡ് പ്രസൻസ് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റിയാണ്. മൊത്തത്തിൽ ഇൻറ്റീരിയറും ബ്ലാക്കിഷ് ടോണാണ് ഓവറോൾ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത് ഗൺമെറ്റൽ ഗ്രേ ഫിനിഷാണ് നമ്മളുടെ ഈ ഒരു സെൻട്രൽ കൺസോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല ലുക്ക് ആൻഡ് ഫീലാണ്. അത് ഒരു പ്രീമിയം കാറിലുള്ള ഒരു ലക്ഷറി കാറിലൊക്കെ ഉള്ള ഒരു ഫീലാണ് ഇതിനകത്ത് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു CVT ട്രാൻസ്മിഷനൊക്കെ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള ഗിയർ ലിവർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ലുക്ക് ആൻഡ് ഫീലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പോർട്രേറ്റ് ടൈപ്പിലുള്ള ഒരു LCD സ്ക്രീനാണ് ഇത്. ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത് വന്നിട്ട് 14 ഇഞ്ചാണ് ഇതിനകത്ത് LCD സ്ക്രീൻ വരുന്നത്. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ള കാറുകളിലെ ഏറ്റവും വലിയ പോർട്രേറ്റ് LCD സ്ക്രീനാണ് ഈ കാണുന്നതാണ് ഇവിടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നത്. അപ്പോൾ മീറ്റർ കൺസോൾ ഡിസൈനും അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഒരു മീറ്റർ കൺസോൾ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല റീഡബിലിറ്റി ഉള്ള ഫോണ്ടുകളൊക്കെയാണ്. അതുപോലെ ഡ്രൈവിംഗ് മോഡുകളുടെ ഒരു സ്വിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് മോഡുണ്ട്, അതുപോലെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്. അങ്ങനെ ഇവിടെ ഈക്കോ മോഡെന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. AC-യുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഫോൺ വയ്ക്കാനുള്ള രീതിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിലും ഒരു ചെറിയ സ്പേസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ AC വെൻറ്റിൻ്റെ ആ ഒരു കളർ ടോണും ബ്ലാക്കിഷായി. അതുപോലെ ഇവിടെ ഒരു ചെറിയ ഒരു ഡാർക്ക് ഗ്രേ ടോണിലുള്ള ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. 6ഓളം എയർ ബാഗുകൾ അവൈലബിൾ ആണ്. പിന്നെ വരുന്ന ഈ ഡോർ ഹാൻഡിലും അതുപോലെ തന്നെ ഗൺമെറ്റൽ ഗ്രേ ഫിനിഷാണ് ഓവറോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നല്ല സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇൻഫിനിറ്റിയുടെ ആണ് സ്പീക്കേഴ്സ്. നല്ല കിടിലൻ സൗണ്ട് ഉള്ള നല്ല ക്ലാരിറ്റി ഉള്ള സ്പീക്കേഴ്സാണ്. പിന്നെ ഡോറിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ലെതർ ഫിനിഷ്ഡ് ആണ് സീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു സീറ്റിൻ്റെ നമ്മുടെ ഹെഡ് റെസ്റ്റിൻ്റെ പോർഷനിൽ ബ്ലാക്ക് സ്റ്റോം എന്ന് പറയുന്ന ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പം സീറ്റ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു ലക്ഷറി ഫീലുണ്ട്. ബക്കറ്റ് സീറ്റാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മീഡിയം സ്റ്റിഫ്നെസ് ഉള്ള ടൈപ്പ് സീറ്റാണ്. ലോങ്
ഡ്രൈവിൽ നമുക്ക് നല്ല കംഫർട്ടായിരിക്കും. സീറ്റിൻ്റെ പുറകിലായിട്ട് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ AC വെൻറ്റ് ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് 2 കപ്പ് ഹോൾഡറും അതും നല്ലൊരു ഫീച്ചറാണ്. 3 പേർക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മുമ്പേ പറഞ്ഞ പോലെയുള്ള ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള സീറ്റാണ്. അതുപോലെ ഈ ഡോർ ഹാൻഡിൽസൊക്കെ ഒരു ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോമിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് റൂം നല്ല രീതിക്കുണ്ട്. നല്ല വിശാലമായിട്ടിരിക്കാം. നല്ല രീതിക്കുള്ള സ്പേസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല കാല് നീട്ടിയൊക്കെ നല്ല ലാവിഷായിട്ടിരിക്കാം. അപ്പോൾ അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇൻറ്റീരിയർ ഡിസൈൻ. അതുപോലെ തന്നെ തൈ സപ്പോർട്ടും നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. ഒരു പനോരമിക്കായിട്ടുള്ള ഒരു സൺറൂഫ് വരുന്നുണ്ട്. നല്ല സൂപ്പർബാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ കാണുന്ന സ്വിച്ചസ് നമുക്ക് സൺറൂഫും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സ്വിച്ചസാണ് ഈ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആ സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ സൺറൂഫ് മൊത്തത്തിൽ മൂവ് ആവും. അടിപൊളിയാണ്. അപ്പം 1 ടച്ച് ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സ്വിച്ചിൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലുള്ള സൺറൂഫും പുറകിലോട്ട് മാറ്റാം. സൂപ്പർബല്ലേ? അപ്പോൾ അതൊരു പൊളി സാധനമായിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും മൂവ് ചെയ്യാനായിട്ട് അഡീഷണൽ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കിടിലായിട്ടുണ്ട്. എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നത് 1.5 ലിറ്ററും അത് പെട്രോളും അതുപോലെ 2 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് വരുന്നത്. പെട്രോൾ എഞ്ചിനിൽ CVT മാനുവലും വരുന്നുണ്ട് ഓപ്ഷൻസ് ആയിട്ട്. അതേസമയം ഡീസൽ എഞ്ചിനിൽ CVT ഇല്ല, മാനുവൽ മാത്രമാണ് ട്രാൻസ്മിഷൻ വരുന്നത്. അതുപോലെ പെട്രോൾ എഞ്ചിനിൽ 141 bhp പവറും അതുപോലെ 250 Nm ടോർക്കുമാണ് വരുന്നത്. ഡീസൽ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ 168 bhp പവറും അതുപോലെ 350 Nm ടോർക്കുമാണ് വരുന്നത്. 5 സീറ്റർ 6 സീറ്റർ 7 സീറ്റർ അങ്ങനെ 3 വേരിയൻസ് അവൈലബിൾ ആണ്. അതുപോലെ പ്രൈസിംഗ് ഫിഗേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 സീറ്ററിൻ്റെ CVT വേരിയൻറ്റിന് 21.25 lakhs ആണ്. 5 സീറ്റർ 2 ലിറ്റർ ഡീസൽ വേരിയൻറ്റിന് 21.95 lakhs ആണ് വരുന്നത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോഴത്തൊരു കീട് വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.